ശ്രീ എം പ്രകാശൻ, ഇന്നിപ്പോൾ പ്രതിഭയുമായി ബന്ധപ്പെട്ട് പ്രതിഭയ്ക്കെതിരെ നടത്തിയ ഏറ്റവും മോശം പരാമർശം, അതിലൊരു തർക്കവുമില്ല, കായംകുളത്തെ മണ്ഡലം UDF കൺവീനർ എ ഇർഷാദ് നടത്തിയ പ്രസംഗം. ആ പ്രസംഗം മോശമായി പോയി എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. കായംകുളത്തെ സ്ഥാനാർത്ഥി M ലിജു അദ്ദേഹത്തെ ഈ UDF കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കുന്നതായി, സസ്പെൻഡ് ചെയ്യുന്നതായി അറിയിക്കുന്നു. വളരെ മോശമായി പോയി എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുന്നു. അത് നമുക്ക് അംഗീകരിക്കേണ്ട നടപടിയല്ലേ? അതല്ല, അതിലപ്പുറം അതിനോട് പ്രതികരിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് കാണുന്നത് ശ്രീ എം പ്രകാശൻ? ഇതില് സ്ത്രീകളുടെ മാന്യത സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. ഇപ്പോൾ സമീപകാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ സ്ത്രീകളോട്, പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോട് ഉൾപ്പെടെ എന്താണ് UDF സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ നാളുകളിലൂടെയാണല്ലോ കേരളം കടന്നുപോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും കേട്ടുകേൾവിയില്ലാത്ത സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അതിനെങ്ങനെയാണ് UDF കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം ഈ കേരളമായി കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ആ വിഷയത്തിനകത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്ത്രീകളുടെ മാന്യത സംരക്ഷിക്കാൻ ആർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല അത്. ഇപ്പോൾ സ്ത്രീപക്ഷം നിന്നുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റ് സ്വീകരിക്കുന്ന സ്ത്രീപക്ഷ സമീപനത്തിന് വേണ്ടി കൂടിയാണല്ലോ ഞങ്ങൾ ഇത്തവണ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് സ്വീകരിച്ച ഒട്ടനവധി കാര്യങ്ങൾ, പിങ്ക് പോലീസിംഗ് ഉൾപ്പെടെ, സ്ത്രീ ബഡ്ജറ്റിംഗ് ഉൾപ്പെടെ, അതുപോലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി നടപടികളിൽ ഉൾപ്പെടെ, ഇങ്ങനെ നാനാ കാര്യങ്ങൾ, ഇപ്പോൾ അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലയിൽ, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ശാക്തീകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, അതുപോലെ സ്ത്രീകളുടെ തൊഴിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്ന മേഖലകളിൽ, ഈ നിലയിലെല്ലാമുള്ള സ്ത്രീകളോട് കാണിക്കുന്ന പൊതു സമീപനത്തിന്റെ മേലെയാണ് ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ സ്ത്രീ വിരുദ്ധമാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായതാണോ നിലപാട് സ്വീകരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കുക. അതിൽ നിന്നുണ്ടാകുന്ന എബറേഷൻസ്, ചില പ്രത്യേകമായിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കുന്ന എബറേഷൻസ് അല്ല ജനറലൈസ് ചെയ്യേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അസന്നിഗ്ധമായ നിലക്ക് തന്നെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ത്രീപക്ഷ മുന്നണിയാണ്. സ്ത്രീപക്ഷ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി അതിനുവേണ്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന ഒരു മുന്നണിയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രതിഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ അവരുടെ പൊതു നിലപാടിന്റെ ഭാഗമാണ്. അത് കേവലമായിട്ട് ഏതെങ്കിലും നിലക്കൊരു ഒരാളെ പുറത്താക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ മാത്രമായിട്ട് അത് അവരുടെ സമീപനത്തിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഒരു മുന്നണിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും സമയത്തുണ്ടാവുന്ന ഒരു പ്രത്യേക കാര്യത്തെ വെച്ചുകൊണ്ടല്ല ആ പ്രസ്ഥാനം പൊതുവിലെ സ്ത്രീ പ്രശ്നങ്ങളോട് എടുക്കുന്ന നിലപാട്, സ്ത്രീ പക്ഷത്തോട് സ്വീകരിക്കുന്ന സമീപനം, അത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ വേണ്ടി കഴിയും UDF സ്ത്രീ വിരുദ്ധ പക്ഷത്ത് നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണിയാണ്. BJPയും സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണിയാണ്. ഈ നിലക്ക് വേണം നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കാൻ. പിന്നെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ വാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടാണ് അല്ലേ? ആ മുന്നണിയുടെ ആദ്യ നിലപാടെന്നല്ല, അത് തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ഒരു നിലപാടാണ്. അതല്ലാതെ അവരുടെ സ്ത്രീപക്ഷ സമീപനത്തിന്റെ ഒരു തെളിവല്ല അത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചർച്ചക്കടയിൽ മുഖ്യമന്ത്രിയുടെ പദപ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വന്നു. ഇവിടെ ഒന്ന് ആ പദത്തിനകത്ത് എന്താണ് ശ്രീ എം പ്രകാശൻ, അങ്ങേക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് അങ്ങീ പറഞ്ഞ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് പറയുകയാണ്, MM മണി നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ പാർട്ടി തിരുത്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അത്തരം വിഷയങ്ങളെല്ലാം ഗൗരവമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ പൊതു നിലപാടിനനുസൃതമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള നിലപാടുകൾ ഞങ്ങൾ നിലപാട് സ്വീകരിക്കാറുണ്ട്. അത് ചിലത് പാർട്ടിക്ക് അകത്ത് സ്വീകരിക്കാറുണ്ട്, പരസ്യമായി പറയേണ്ട വേദികളിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞങ്ങൾക്ക് സ്ത്രീകളോടുള്ള സമീപനം ഒരു മുന്നണി, ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് സുവിദിതമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ തളിപ്പറമ്പിൽ ഉള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ചർച്ച UDFന്റെ കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആ ചർച്ചയുടെ പേരിൽ എന്ന് പറഞ്ഞ് അവരൊരു സ്ഥാനാർത്ഥി പോലും അംഗീകരിച്ചു. അതെന്താ? ഭർത്താവിന്റെ ഒരു അനുബന്ധം മാത്രമാണ് സ്ത്രീ, ഭാര്യ. അവർ ആ നിലക്ക് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ എന്നുള്ള ഒരു നിലപാടാണല്ലോ ഇവിടെ തളിപ്പറമ്പിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥി നിർത്തുന്നതിന് UDFനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം. ഞങ്ങൾ ആ നിലപാടിനോട് വിയോജിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെ സാമൂഹികമായ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ UDFന്റെ ആരോപണം. അങ്ങ് അതിലേക്ക് പോയത് കൊണ്ട്
നോക്കൂ, പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അപ്പുറത്ത് ടി കെ ഗോവിന്ദന്റെ ഭാര്യ നടത്തിയ പ്രതികരണം, അവർ ഗോവിന്ദൻ അല്ലേ, അദ്ദേഹമല്ലേ എനിക്ക് ചോറ് തരുന്നത് എന്നൊരു വളരെ എന്താ പറയുക, നാട്ടുംപുറത്തെ പ്രയോഗമാണ്. അവർ ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെ എസൻസ് എടുക്കുകയാണെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. എനിക്ക് മാഷിന്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ്. ആ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഒരു വരി എടുത്തുകൊണ്ട് ചോറ് അവിടെ മാത്രമല്ല, ഇവിടെ പാർട്ടിയും ചോറ് തന്നിട്ടുണ്ട്, അതിന്റെ കണക്ക് കൂടി എം വി ജയരാജൻ പറയുന്നുണ്ട്. അതും ഒരു സ്ത്രീയെ അപമാനിക്കലാണല്ലോ. പാർട്ടിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച ഒരു സ്ത്രീയെ ഉണ്ട ചോറിന്റെ കണക്ക് ചോദിക്കുന്നു എന്ന് പറയുന്നത് അതും ഒരു അപമാനിക്കലാണല്ലോ. ഈ പറഞ്ഞ തീവ്രതയോട് ഇതിനോട് അളക്കാവുന്നതല്ല. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങ് പറഞ്ഞ് ആ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഒരാളുടെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടേതായിട്ടുള്ള സാമൂഹ്യ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അത് ഭർത്താവ് ആരാണ് എന്നുള്ളതിന് പരിഗണിച്ചുകൊണ്ടല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഭർത്താവ് ചോറ് തരുന്നു എന്ന വിഷയമായിട്ട് പോലും പരിഗണിച്ചുകൊണ്ടല്ല. ഒരാളുടെ സാമൂഹ്യമായ വ്യക്തിത്വം, അതാരാവട്ടെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരുടെ സോഷ്യൽ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് സാമൂഹ്യ രംഗത്ത് അവരുടെ ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഞങ്ങൾ ശ്യാമൾ ടീച്ചറെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ അസ്തിത്വത്തെ, അവരുടെ ഈ കാലം അത്തരമുള്ള പ്രവർത്തനത്തെ, അതിനെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഭർത്താവ് ആരാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അത് ഭർത്താവ് ചോറ് തരുന്ന വിഷയത്തിലായാലും ഭർത്താവുമായിട്ട് ഭർത്തൃ വിഷയത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ ഒരാളുടെ വ്യക്തിത്വത്തെ പരിശോധിക്കേണ്ടത് അതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഇവിടെ തളിപ്പറമ്പിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാടാണല്ലോ UDF പോലുള്ള ഒരു മുന്നണി സ്വീകരിച്ചത് എന്നുള്ളത് അവരുടെ സ്ത്രീ വിരുദ്ധതയെ വ്യക്തമാക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വേണ്ടി ശ്രമിച്ചത് ടി കെ ഗോവിന്ദനാണല്ലോ അത് പറഞ്ഞത്. ശ്രീ എം പ്രകാശൻ, ടി കെ ഗോവിന്ദൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് എം വി ഗോവിന്ദൻ ഒഴിയുന്ന ആ ഒഴിവിലേക്ക് എങ്ങനെയാണ് പി കെ ശ്യാമള വരിക? പി കെ ശ്യാമള വന്നോട്ടെ, ഒരിത്തിരി അല്പം താമസം എടുത്തുകൊണ്ട് വരുന്നതിൽ തെറ്റില്ല. തൊട്ടു പിന്നാലെ വരുമ്പോൾ അത് ഒരു കസേര കൈമാറലാകുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പി കെ ഗോവിന്ദൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ഒരേ ബെഞ്ചിൽ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത ആളാണല്ലോ. അദ്ദേഹത്തിന് അവിടെ ഗോവിന്ദൻ മാഷയുടെ ഭാര്യ വരുന്നു എന്നുള്ളതേ അല്ല വിഷയമെന്ന് ഞങ്ങൾക്കറിയാം. അത് കേവല സ്ഥാനാർത്ഥി അധികാര ഭ്രാന്ത് മാത്രമാണ്. അതല്ലാതെ അതിൽ പറയുന്ന ഗോവിന്ദ മാഷയുടെ ഭാര്യയോ അല്ലെങ്കിൽ അവർ വരുന്നു എന്നുള്ള വിഷയം ഒന്നും ഒരു ഘടകമായിട്ടുള്ളതേ അല്ല എന്ന് അദ്ദേഹത്തിന്റെ ചർച്ചകളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഇനി ഇപ്പോൾ UDF ഉന്നയിക്കുന്ന ഒരു വാദത്തിന് കൂടെ ചേരുന്നു എന്നല്ലാതെ അത് അദ്ദേഹത്തിന്റെ വിഷയമേ അല്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം അധികാര ദുര മാത്രമാണ്. അത് മറ്റാരെക്കാളും അറിയാവുന്ന ഞങ്ങൾ തന്നെയാണ്. അതിന് പിന്നെ വേറൊരു ഡിബേറ്റിൻ്റെതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി പോളിംഗ് ബ്യൂറോ അംഗം നടത്തിയിരിക്കുന്ന ഒരു അഭിമുഖത്തിലെ ഭാഷയെ സംബന്ധിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ ഏതാണ്ട് 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും എതിരാളിയാണെന്നോ അനുകൂലിയാണെന്നോ പരിഗണിക്കാതെ എല്ലാ മാധ്യമങ്ങളെയും തികഞ്ഞ സമചിത്തതയോടെ സമീപിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന അഭിമുഖ സംഭാഷണങ്ങൾ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഈ കേരളത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതാണ്. ഇത്രമാത്രം അക്ഷോഭ്യനായിട്ട് വളരെ പ്രകോപനപരമായ ചോദ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വന്നു എന്നുള്ളത് പിന്നെ നമ്മളെല്ലാം കാണുന്നതാണ്. അത്തരം അഭിമുഖങ്ങളിൽ അങ്ങേയറ്റം ക്ഷമയോടെ കേൾക്കുകയും അങ്ങേയറ്റം ക്ഷമയോടെ പ്രതികരിക്കുകയും ചെയ്യുന്നത് അത് PR-ന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് പിന്നീട് അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് രോഷാകുലനാകുന്നതും അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി വരാതിരിക്കുന്നതും ചിരിമായെന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഏതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ 2 രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങള് ഒരാളെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, പിന്നെ സ്വന്തമായ ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ ഒരാളെ വിലയിരുത്താൻ വേണ്ടി കഴിയുമെന്ന് ഏത് പിന്നെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുക? ഇതുവരെ നമ്മൾ കണ്ടത് എന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ സാധാരണയിൽ ചിരിച്ച് സംസാരിക്കുന്നു, അയാൾക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? ജീവിതത്തിൽ സാധാരണയിൽ പ്ലീസിംഗ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് അയാൾക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. ഇന്നലെ വരെ പ്ലീസിംഗ് ആയിരുന്നു, ഇപ്പൊ ദേഷ്യപ്പെട്ടു. അതെങ്ങനെയാണ് അങ്ങനെ വിലയിരുത്താൻ വേണ്ടി കഴിയുക? ഒരാള് പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പുറത്തു നിന്നുള്ള ആളുകളാണ് അദ്ദേഹത്തെ പിന്നെ രൂപീകരിക്കുന്നത്. അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായിട്ട് കാലങ്ങളായി നമ്മുടെ രാഷ്ട്രീയ നേതാവാണ്, മുതിർന്ന നേതാവാണ്. അങ്ങനെ ഒരു മുതിർന്ന നേതാവിന്
പ്രത്യേകമായ ഇളവുകളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് പൊതുരംഗത്ത് എങ്ങനെ പെരുമാറണം എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. അപ്പോൾ അവിടെ ഏത് സാധാരണക്കാരനും ഏത് നിമിഷവും അപമാനിക്കപ്പെടാം. ഒരു പ്രതികരണം, ഒരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം തിരക്കിയാൽ ഏത് നിമിഷവും അദ്ദേഹത്താൽ അപമാനിക്കപ്പെടാം എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. അങ്ങനെ തമ്പ്രാനും അടിയാളിനുമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ലല്ലോ ഒരു മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിലുള്ളത്. അതിനുശേഷം നോക്കൂ, അതിനുശേഷം സഖാവായ പാർട്ടി പ്രവർത്തകൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. നോക്കൂ, ശ്രീപ്രകാശൻ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? എന്റെ പിഴവാണ്, അയ്യോ എന്നോട് ക്ഷമിക്കൂ, എന്റെ പിഴവാണ്, ഞാൻ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു ആ നിമിഷം എന്ന രൂപത്തിലേക്ക് അത് എത്തിക്കുന്നത് ആരാണ്? ആ ഖേദപ്രകടനം നടത്തേണ്ടി വരുന്നത് എങ്ങനെയാണ്? നേരത്തെ ഒരു പെൺകുട്ടിയും ഇതേപോലെ ഖേദപ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ ചോദിച്ചിട്ടില്ല സെൽഫി, അയ്യോ ഞാൻ സെൽഫി അല്ല ചോദിച്ചത് എന്ന് പറയുന്നു, മാറി നിൽക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇത്തരം ചർച്ചകളുടെ സാങ്കത്യവും ഉദ്ദേശവും എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തില് ഏറ്റവും വലിയ മുട്ടൻ തെറി നമ്മൾ കേട്ടത് ഏത് നേതാവിൽ നിന്നാണ്? അദ്ദേഹം ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സമയത്ത് എനിക്കോ നിങ്ങൾക്കോ പരസ്യമായിട്ട് മാധ്യമത്തിൽ പറയാൻ പാടില്ലാത്ത തെറി നമ്മൾ മാധ്യമങ്ങളോട് കേട്ടതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയാവുന്നില്ല. കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതേ ഞാൻ പറയട്ടെ ഇടക്കിടക്കെങ്കിലും ചോദിക്കല്ല, ഇതേ കാര്യം സംബന്ധിച്ച് ഇതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പരാമർശിക്കുന്നത് നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾക്ക് അതൊന്നും ചർച്ചാ വിഷയമാവാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അവരെയൊന്നും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല, അവരെയൊന്നും മോശപ്പെടുത്താൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചപ്പോൾ ക്രൂരമായൊരു നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ ക്രൂരൻ എന്നല്ലാതെ എന്താ വിളിക്കാൻ വേണ്ടി കഴിയുക? ഒരാൾ വളരെ അന്യായമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അയാൾ അന്യായക്കാരൻ എന്നല്ലാതെ എന്താ വിളിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ നിങ്ങളിപ്പോ കുഴപ്പം പറ്റിപ്പോയി, അയാൾക്ക് കുഴപ്പം പറ്റിയത്, ആ കുഴപ്പം പറ്റിയ ആളെതാ ഞങ്ങളിതാ നീക്കുന്നു എന്നൊരു തീരുമാനമെടുക്കുക, അത് അങ്ങേയറ്റം അപലപനീയം എന്ന് പറയുക. അങ്ങനെ ഒരു പ്രതികരണം ഏതു ഭാഗത്തുനിന്ന് വരുന്നു, ഏതു ഭാഗത്തുനിന്ന് പെട്ടെന്ന് വരുന്നു എന്നുള്ളതും ജനം ശ്രദ്ധിക്കും. ഈ പറഞ്ഞ ആൾ തിരുത്തുമോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം അതിന്റെ ഒരു ഭാഗം മാത്രം വളർത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞു, നമുക്കറിയില്ല. പക്ഷെ ആ പാർട്ടി അതിൽ ഒരു തീരുമാനമെടുത്തു, ആ മുന്നണി അതിലൊരു തീരുമാനമെടുത്തു. അതെ, ഞാൻ പറയുന്നത് ഒരു വ്യക്തിയെ ആള് വിലയിരുത്തുന്നത് ഒരു അഭിമുഖം കണ്ടിട്ടൊന്നുമല്ല. അവരെത്രയോ കാലമായി സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നവരാണല്ലോ. ഈ കേരളത്തിൽ ഒരു കാരണവശാലും അന്യായമായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഭത്സിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പദം മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ അതിനേക്കാൾ എത്രയോ ഒരു കാരണം. ഇപ്പം നമുക്ക് സഭ്യതരമായ ഒരുപാട് വാക്ക് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആ വാക്കുകൾ ഒരു കാരണവശാലും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. സഭ്യതരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസോ അല്ലെങ്കിൽ BJPയോ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് ചർച്ചാ വിഷയമാവുന്നില്ല. നിങ്ങൾ ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് സഭ്യേതരമെന്ന് തോന്നുന്ന വാക്കുകൾ ചർച്ചാ വിഷയമാക്കുകയാണ്. ചർച്ചയിൽ ആ കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് വരുത്താൻ അത് അന്യായമാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ശ്രമിച്ചാലൊന്നും ഞാൻ കഴിഞ്ഞൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ച പോലെ അങ്ങനെയൊന്നും നിങ്ങളുടെ പഴമുറം കൊണ്ട് മറക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല കേരള മുഖ്യമന്ത്രിയുടെ സൂര്യപ്രതിഭ. അത് മനസ്സിലാക്കണം. ഈ കേരളീയ ഒരു പിടി ഉദാഹരണങ്ങൾ അപമാനിക്കപ്പെടുന്നതിന്റെ പോട്ടെ, നമുക്ക് പിന്നെ അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.